ഒന്ന് ഹോണർ S6B, രണ്ട് വിവോൻ്റെ വിവോ Y04 ആണ് മോഡൽ. ഓക്കെ, ഈ ഹോണർ X6B പറഞ്ഞാൽ 6ഉം അതുപോലെ 256 ആണ് മെമ്മറി. ഓക്കെ, ഇത് വിവോ പറഞ്ഞാൽ 4ഉം 128ഉം. ഓക്കെ, ഇതിന് പറഞ്ഞാൽ ഈ ഹോണറിന് ഒരു 40 റിയാൽ, ഇതിന് ഒരു 2 റിയാൽ കൂടും. പക്ഷെ ഇതിന് 128 മെമ്മറി ഉള്ളൂ. ഇത് എന്താണ് 256 മെമ്മറി ഉണ്ട്, അതുപോലെ 6GB റാമുണ്ട്. നമ്മൾ വിവോക്ക് തന്നെ 4GB റാമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ എന്തായാലും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും എടുക്കുക, ഈ ഹോണർ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. കാരണം 6GB ഉണ്ട്, 256 മെമ്മറി ഉണ്ട്. ഓക്കെ, മെമ്മറീസ് ഹോണർ എന്നുള്ളതിന് അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഈ മെമ്മറി ഒഴികെ ഞങ്ങൾ ഫോണിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, സോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുക വിവോ ആണ്. സംഭവത്തിന് ഒരു 2 റിയാലൊക്കെ കൂടായിരിക്കും, പക്ഷേ മെമ്മറി കുറവെന്നുള്ള ഒറ്റ കാര്യം നോക്കി ഒഴിച്ചാൽ, അല്ലെങ്കിൽ ഇത് 4 മറ്റേത് 6, പക്ഷെ ആ 4GB 6GB കൂടെ നമുക്ക് നോക്കാൻ പാടില്ല. കറക്റ്റ് എൻ്റെ പെർഫോമൻസ് കിട്ടുന്നത് ഇതിനേക്കാളും പെർഫോമൻസ് കിട്ടുക ഈ വിവോക്കാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോർമൽ ഒരു ബഡ്ജറ്റ് ഫോണിലൊക്കെ നോക്കുമ്പോൾ സംഭവം ഒരു വിവോ ഓപ്പോ ഒക്കെ ഒരു 2 റിയാൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മെമ്മറി ഒക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സോ വിവോ ഓപ്പോ ഒക്കെ ആയിരിക്കും ബെറ്റർ.